ഹലോ വെൽക്കം ബാക്ക്. വളരെ മോശമായ, വളരെ വൃത്തികെട്ട, വളരെ നെഗറ്റീവായ, നമ്മുടെ ഈ സൊസൈറ്റിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ഒരു ചാനലിനെ പറ്റിയിട്ട് റിപ്പീറ്റ് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രസ്തുത ചാനലിനെ പറ്റിയിട്ട്. ഇനിയിപ്പം യൂട്യൂബിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഓരോ യൂട്യൂബേഴ്സും പാലിക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് മാത്രം എപ്പോഴും റിപ്പീറ്റ് അടിച്ചിട്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവാം. പ്രവീൺ പ്രണവ് അല്ല വിഷയം. അത് ഞാനത് വൺ ടൈം ഞാനതിനെ റിയാക്ട് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അവരിപ്പം എന്തേ അവരുടെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ മനുഷ്യരാണ്. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ അത് തിരുത്താനും സോൾവ് ചെയ്ത് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന മനുഷ്യരാണ് അവരെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യഗണത്തിലെ പെടുത്താൻ പറ്റാത്ത, ഞാൻ ഇന്നലെ സംസാരിച്ച ആ പ്രസ്തുത ചാനലിനെ പറ്റിയിട്ടാണ്. ഇന്നിപ്പോൾ അയാൾ രാവിലെ തന്നെ അയാളുടെ ബാക്കിയുള്ള ഇപ്പോഴത്തെ കുറേ വീഡിയോസ് എടുത്ത് നോക്കൂ. ഒരു റീച്ചും ഇല്ല. അമ്മയെ പെങ്ങളെ കുടുംബക്കാരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോസിന് അയാൾക്ക് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് അയാൾക്ക് നന്നായിട്ട് റീച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു വീഡിയോ, ഉച്ചയ്ക്ക് ഒരു വീഡിയോ എന്ന രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത പാർട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പണ്ട് വീട്ടിൽ നിന്നപ്പോൾ ഉള്ള വോയിസ് റെക്കോർഡ്സൊക്കെ വെച്ചിട്ട് ഇന്ന് അയാൾ അതിൽ കുറച്ച് തെളിവുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എത്രയോ തവണ കേൾപ്പിച്ച തെളിവുകളാണ്. ഇതൊന്നും പുതിയതല്ല. ഇതൊക്കെ എല്ലാവരും ഇവരുടെ വീഡിയോ കൂടി കേട്ട് തഴമ്പിച്ച തെളിവുകൾ തന്നെയാണ്. അതിൽ പാല് കൊടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും മനസ്സിലാകും. പാലെടുത്ത് കൊടുക്കണേ എന്നാണ് പറയുന്നത്. പാലെടുത്ത് കൊടുക്കണേ എന്ന് നോർമലി ഒരാൾ പറയുമ്പം അയാൾ ഒരു വീട്ടിൽ ഏതാണ്ട് ഒരേ പ്രായമുള്ള 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയുടെ അമ്മ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ആ ഒരു 1-2 മണിക്കൂർ ആ കുട്ടിയെയും കൂടെ നോക്കാനായിട്ട് വേറൊരു ലേഡിയെ ഇതുപോലെയുള്ള വീട്ടിലുള്ള നാത്തൂനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഇത് ലോകത്താരും ചെയ്യാത്ത പുണ്യപ്രവൃത്തിയൊന്നുമല്ല, ഏത് മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. ഇത് ചെയ്തത് വളരെ ഹൈലൈറ്റ് ചെയ്ത് ആ സമയം തൊട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ ലേഡി ഈ 2 കുട്ടികളെയും വെച്ചുകൊണ്ട് ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അന്ന് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു, അതായത് ഇയാളുടെ വൈഫിനെ പുകഴ്ത്താനുള്ള ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. അപ്പോൾ ആ ഫോട്ടോ അന്നും എടുത്തു വെച്ചിട്ട് ഇയാൾ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാടി പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് 1-2 മണിക്കൂർ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയതിന്. അതൊക്കെ കിടന്നുറങ്ങുന്ന കുഞ്ഞാണ്, ജസ്റ്റ് അതിൻ്റെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നതിന്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഹോസ്പിറ്റലിൽ പോയപ്പം പാലെടുത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി നിൻ്റെ പാല് കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് പാല് കൊടുത്തേക്കണേ എന്നല്ലേ പറയൂ. ഇത് പാലെടുത്ത് കൊടുക്കണേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് എന്താണ് ഇതിലെ സംഗതി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. കൊച്ചിന് പാൽപ്പൊടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടായിരിക്കാം മേ ബി ഇവർ പോയത്. അമ്മമാർ അങ്ങനെയല്ലേ ചെയ്യൂ. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുത്തേക്കണേ എന്നാണ് പറഞ്ഞത്. അതിൽ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് അത്രേ കേൾപ്പിക്കുന്നുള്ളൂ. അതിന് മുമ്പും പിമ്പും ഒന്നും ഇയാൾ കേൾക്കുന്നില്ല. കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത്രയും മാത്രം കേൾപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അയാൾ വേറൊരു വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. അത് ഇയാളുമായിട്ട് കോൺവെർസേഷൻ, ഈ പെങ്ങളുമായിട്ട് ഇയാൾ സംസാരിക്കുന്ന കുറച്ച് വോയിസ് ഒന്ന് കേട്ട് നോക്കൂ. എത്ര മാന്യമായിട്ടാണ് കുഞ്ഞാഞ്ഞ എന്ന് വിളിച്ചിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഒരു മ്ലേച്ഛമായ വാക്കോ ഒരു ചീത്തയോ ഒന്നും അവരവിടെ പറയുന്ന ഷൗട്ട് ചെയ്യുന്ന ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ എന്ത് കേൾപ്പിക്കാനാണ് അയാൾ ആ വോയിസ് കേൾപ്പിച്ചതെന്ന് മനസ്സിലായില്ല. ഇയാളുടെ ഭാര്യ തലകറങ്ങി വീണു എന്ന് പറയാൻ, ഓൾറെഡി രോഗിയായ അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഇയാളുടെ ഭാര്യ. എന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ കല്യാണത്തിന് ശേഷമല്ല, അതിന് മുമ്പേ ഈ രോഗാവസ്ഥയിൽ തന്നെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ആ ഒരു രോഗാവസ്ഥ കാരണം തന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മിക്കവാറും ഉണ്ടാകാറുള്ളതാണ്. അത് വേറെ ആരും കൊണ്ടല്ല, കല്യാണത്തിന് മുമ്പും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അതിന് ഇവരെങ്ങനെയാണ് പാർട്ടാകുക? ആ ഒരു വോയിസ് എടുത്തു വെച്ചിട്ടാണ് ഇയാൾ വലിയ എന്തോ സംഭവം കേൾപ്പിക്കുന്നത് പോലെ പറയുന്നത്. പിന്നെ ഈ നരാധമൻ ഇയാളെ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ഇയാൾക്കും ഇവൾക്കും കൂടെ ഇരിക്കുന്ന ആ സാധനത്തിനും പറയാനുള്ളത്, പറഞ്ഞോട്ടെ, ഇവരുടെ ലൈഫിൽ ബാധിച്ച, ഇവരെ എന്തെങ്കിലും ചെയ്ത ഒരു സംഭവമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. ഇത് എത്രയോ തവണ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇത് അവൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഇവളെ പറ്റി പറയാനുണ്ട്, നാത്തൂനെ പറ്റിയിട്ട്. അത് 13 വയസ്സിലെയും 14 വയസ്സിലെയോ ഒന്നും അല്ല നിങ്ങൾ പറയുന്നത് പോലെ, 17 വയസ്സിലെയാണ്. അതായത് ബിഫോർ മാരേജ് ഇവനും ഇവളും കൂടെ സ്നേഹിച്ച് ലോകം മുഴുവൻ കറങ്ങി നടന്നപ്പോൾ ഉള്ള ഇഷ്യൂ ആണെന്ന്. അപ്പോൾ ഇവള് വീട്ടിൽ വന്നിട്ടില്ല. അതിനു മുമ്പേ രണ്ടും കൂടെ ഉലകം ചുറ്റലായിരുന്നു പരിപാടി. അതിനൊന്നും ഇവിടെ ആരും ചോദിക്കലും പറയലും
വേറെ ഇവരുടെ ആളുകൾക്കും അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒന്നും പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. ഈ രോഗിയായിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയത്തെങ്ങാണ്ടാണ് വീട്ടുകാർ പോയി കാണുന്നത്. നോർമലി ഞാനാണെങ്കിലും ഏത് വീട്ടുകാരാണെങ്കിലും ഒരു മോനുണ്ട്, ആ മോൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ സിമ്പതി കാരണം എല്ലാവരും പറയും രോഗം വന്നാൽ എന്താ, അവർ മനുഷ്യരല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ഒരു മക്കളെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തുന്ന ഒരു മക്കൾക്ക് ഇങ്ങനൊരു ലേഡിയെ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പേരൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി സഹിക്കില്ലേ ചോദിച്ചാൽ സഹിക്കാതെ പറ്റില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇനി അവൻ ആ കുട്ടിക്ക് ആ പുരുഷന് അതൊരു ബാധ്യത തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും അത് പെട്ടെന്നൊന്നും അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ അവരുടെ വീട്ടിൽ നടന്നുള്ളൂ, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വേറെ ഈ സ്ത്രീ ഇയാൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴുക്കി എന്തോ ചെയ്ത് കാണിച്ചു, ഹോസ്പിറ്റലിൽ എങ്ങാണ്ടായി, അങ്ങനെ ഇയാളുടെ കൂടെ വന്നതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ കയറ്റിയ അന്ന് തൊട്ട് ഇവര് വോയിസ് റെക്കോർഡ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് ആ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് രണ്ട് കൂട്ടുകാരുടെ ഭാഗത്തും ഇപ്പം ഈ അമ്മായിയമ്മയുടെയും പെങ്ങളുടെയൊക്കെ ഭാഗത്തും അവർ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരു കുടുംബവും ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്. എന്നിട്ട് ഇപ്പം ഇയാൾ പറയുന്ന കാര്യം കേട്ടോ, അന്നത്തെ കാര്യം കുറേ ഉണ്ട് പറയാൻ. വല്യമ്മച്ചിയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയേക്കുന്നത് തന്നെ എനിക്കറിയാം. ഇയാൾ ആരെ എന്തിന് എങ്ങനെ സഹായിച്ചാലും അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢമായ ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം മനസ്സിലായില്ലേ വല്യമ്മച്ചിയെ കൊണ്ട് സോപ്പിട്ട് നിർത്തിയേക്കുന്നത് എന്തിനാന്ന്? ഇവർക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമായിട്ട്. നല്ല അസൽ അവരതിനെതിരെ പ്രതികരിച്ചെങ്കിൽ ഞാൻ പറയും നല്ല അസൽ വല്യമ്മച്ചി, ഇവൻ്റെ തന്നെ വല്യമ്മച്ചി. കാര്യം എന്താണെന്നറിയാവോ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മുടെ കൊച്ചുമക്കളുടെ കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ, ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് അവർ നല്ലൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പം ചെറുപ്പത്തിലേ ഉണ്ടായ കാര്യം പബ്ലിക്കായിട്ട് വന്ന് വിളിച്ചു പറയുമോ? ഏതെങ്കിലും ഗ്രാൻഡ് പേരൻസ് വിളിച്ചു പറയുന്നു എന്നുണ്ടെങ്കിൽ അവരത്രയ്ക്ക് നീച മനസ്സുള്ള ആളാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇവരുടെ കൂടെയാണല്ലോ സഹവാസം, ഇവനും ഇവളും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സ്ത്രീയെ മാറ്റിയെടുക്കുമോ എന്നുള്ളതും നമുക്കറിയില്ല. ഇവർക്ക് പറയാനുള്ള കാര്യമാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് ഇവൻ്റെയും കല്യാണത്തിന് മുമ്പ് പെങ്ങൾക്കുണ്ടായ കഥകൾ ഇത് എത്രയോ തവണ ഇവരും പറഞ്ഞതാണെന്നറിയോ, പറയാതിരുന്നൊന്നുമല്ല. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ ആളുകളെല്ലാം ഇവരെ എന്തിനാണ് വീണ്ടും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച് മടുത്ത കാര്യമാണ്. അതിൻ്റെ കഥ ഇനിയും ഒന്നെന്ന് പറയാമെന്ന്, ഇവൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇയാളുടെ വൈഫിന് ഈ ലേഡിക്ക് വേറെ അവിഹിത കഥകൾ ഉണ്ടായിട്ടില്ല, ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അത് വിളിച്ചു പറയാൻ ആളില്ലാത്തതാണ് പ്രശ്നം. ഇയാളെ തന്നെ സോപ്പിട്ടാൽ ലേഡി എടുത്തതല്ലേ, ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതല്ലേ. അപ്പോൾ അതുപോലെ എത്ര പേരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇതൊന്നും നമുക്ക് തെളിവുള്ള കാര്യമല്ല. അഥവാ ഈ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും അഫെയറൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോർമലി ഈ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കുറവ് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് സക്സസ് ആണ്. നല്ല അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ ലേഡിക്ക് ഇയാളുടെ വൈഫിന് കണ്ണിക്കടിയാണ്. അന്ന് തൊട്ടേ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് കണ്ടില്ലേ. ഈ റീസെൻ്റ് ആയിട്ട് അവരൊരു കാറ് വാങ്ങി വീടൊക്കെ മോടി പിടിപ്പിച്ചു. ആ കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്ന കുട്ടിയാണ്. ഹെയർ ഓയിലിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ രാപകൽ കഷ്ടപ്പെട്ടാണ് അത് പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ അതിൻ്റെ നാത്തൂൻ്റെ 2 കുട്ടികളുണ്ട്. ഇവരെയൊക്കെ നോക്കേണ്ട സാഹചര്യം വന്നാൽ നോക്കി നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഫാമിലിയാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാത്തതുകൊണ്ടാണ് ഇവനും ഇവളും കൂടെ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയേക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു അമ്മയാണ് ഇയാൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനാണ് ഇതിന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തത്. പേരൻസിനെ വലിച്ചു കീറാനായിട്ടുള്ള ലൈസൻസ് എല്ലാവർക്കും കൊടുത്തത് ഞാനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ആദ്യം തുടക്കമിട്ടതെന്ന്. ശരിയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് മാത്രമാണ്. ഇവനെയും ഇവളെയും കൊണ്ട് നശിക്കുന്ന ഒരുപാട് പുതിയ തലമുറ ഇനി ഉണ്ടാകും ഇങ്ങനെ വളർത്തിവിട്ടാൽ. ഇത് കഴിഞ്ഞ് ഇവരുടെ ഈ റീസൺ കഴിഞ്ഞിട്ട് കുറേ നമ്മൾ കണ്ടില്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പേരൻസിനെ വീട്ടിലെ പ്രശ്നം പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞിട്ട് പേരൻസിനെ കുറ്റപ്പെടുത്തി മാറി താമസിക്കാൻ നോക്കുന്നു, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കുറേ ചാനലുകൾ അത് കഴിഞ്ഞ് വന്നില്ലേ. ഇതെല്ലാം കാരണം ഇവർ തന്നെയാണ്. സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്ത് വിഷയം തന്നെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസുമായിട്ടുള്ള വിഷയം എന്ത് തന്നെയാണെങ്കിലും പബ്ലിക്കിൽ ഒരു
ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണുണ്ട്, ക്യാമറയുണ്ട് എന്ന് കരുതിയിട്ട് പബ്ലിക്കിൽ വന്ന് പേരൻസിനെ അത്ര കാലവും പൊന്നാണ് തേനാണ് എൻ്റെ ജീവനാണ് എൻ്റെ അമ്മ കൂലിപ്പണിയെടുത്ത് മുള്ളുമുരുക്ക് ചുമന്നും അങ്ങനെ ഇങ്ങനെയും കഷ്ടപ്പെട്ടും അമ്മ ജോലിക്ക് പോകാത്ത സ്ഥലങ്ങളില്ലെന്നാണ് പറഞ്ഞത്, വീട്ടു ജോലിക്ക് വരെയും പോയാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞ മകൻ ഒരു പെണ്ണിൻ്റെ ഇത് എന്താ പറയുന്നത്, പിന്നെ എന്തെന്നാ പറയുന്നത്, ഒരു പെണ്ണിൻ്റെ തലയണ മന്ത്രം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ അവർ പോയി ജീവിച്ചോട്ടെ, അവർ വീട്ടുകാർക്കൊന്നും കൊടുക്കണ്ട, വീട്ടുകാരെ സഹായിക്കേണ്ട, സ്നേഹിക്കേണ്ട, മിണ്ടണ്ട, പോയി ജീവിച്ചോട്ടെ. ഇപ്പം 3.5 വർഷമായില്ലേ അയാൾ പോയിട്ട്, ഇതുവരെ അയാൾക്ക് സമാധാനം കിട്ടിയില്ലേ? ഇവരുടെ വീട്ടുകാരൊന്നും മിണ്ടില്ല, എന്ത് കേട്ടാലും മിണ്ടാതിരിക്കും, കാര്യം കേസ് കൊടുത്തേക്കുന്ന കാര്യമാണ്, നിയമപരമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ്. ഈ പെൺകുട്ടിയും ഒന്നും മിണ്ടത്തില്ല. ഇയാൾ അന്നു തൊട്ട് ഒരുപാട് എപ്പിസോഡുകൾ ചെയ്ത് ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് പോയതാണ്. എന്ത് തന്നെ റീസൺ ആയിക്കോട്ടെ, ഇവരിപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്നു എന്നാണല്ലോ അണ്ടർലൈൻ ചെയ്യുന്നത്. ഒരിറ്റ് സമാധാനം ഇയാൾക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇയാൾക്കൊന്നും ഉണ്ടാക്കാനും പറ്റുന്നില്ല, സമാധാനമില്ല. അമ്മയെ വിറ്റ് പെങ്ങളെ വിറ്റ് കുറച്ച് വീഡിയോ ചെയ്താൽ കുറച്ച് ക്യാഷ് കിട്ടും, അതുകൊണ്ട് എന്തെങ്കിലും ലാവിഷാക്കും, അടിച്ചുപൊളി. കഴിഞ്ഞ ദിവസം തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചു, കുറേ ചിലവുണ്ടായി, അതിനുള്ള ക്യാഷൊന്നും അതിന് ആ വീഡിയോസിൽ നിന്നൊന്നും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. അതിനെന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം, അതിന് വീണ്ടും അമ്മയും പെങ്ങളെയും കളത്തിലിറക്കണം. ഞാനിതിന് നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങളുടെ വീടല്ലല്ലോ കുടുംബമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പം അയാൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അയാളെ കണ്ട് പഠിച്ച കുറേ ആളുകളുണ്ട്. അയാൾ പറയുന്നുണ്ടല്ലോ ഞാനാണിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നതെന്ന്. ഈ വൈറസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് അയാളാണ്. അപ്പോൾ അയാളെ കണ്ട് അനുകരിച്ച് പുതിയ തലമുറ ഒരുപാട് മുന്നോട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൂചനയായിട്ട് കുറേ യൂട്യൂബ് ചാനലുകാർ അങ്ങനെ വന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കല്യാണം കഴിക്കുക, വീട്ടിലടി ഉണ്ടാക്കുക, അപ്പനെ അമ്മയും കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇടുക, മുന്നോട്ട് പോവുക, ലൈഫ് സുഖമാണ്, ജീവിതം സെറ്റിലായി, അപ്പനും അമ്മയും ഇങ്ങനെ വിൽപ്പന ചരക്കായിട്ട് നിന്നോളും. ഇതാണ് പുതിയ തലമുറയ്ക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ്. ഇനി ഒരു കാര്യം, ഈ പെങ്ങളെന്ന് പറയുന്ന കുട്ടി പണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അഫെയറൊക്കെ ഉണ്ടായെന്ന് വെക്കട്ടെ, അമ്മ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും മോശമാകുന്ന രീതിയിൽ ഒരു വീഡിയോ ഇതുവരെ അവർ ചെയ്തിട്ടുണ്ടോ? ഈ പെങ്ങളുടെ ചാനലിൽ പോയി നോക്കൂ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും ആർക്കും കണ്ടുപഠിക്കാനുള്ള വീഡിയോസ് ചെയ്യും. പേരൻസ് ആണെങ്കിലും ചിന്തിക്കും നമ്മൾ മക്കളെ ഇങ്ങനെ കരുതണം എന്ന് ചിന്തിക്കും, മരുമക്കളാണെങ്കിലും അമ്മമാരോട് ഇങ്ങനെ പെരുമാറണം എന്ന് ചിന്തിക്കും, കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും ഇങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പോസിറ്റീവ് മെസ്സേജുള്ള വീഡിയോസ് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളൂ. അവർ സമൂഹത്തിന് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു വീഡിയോയും അവർ ചെയ്യുന്നില്ല. നമ്മൾ അത് നോക്കിയാൽ പോരെ? ജനങ്ങൾ എന്താ നോക്കണ്ടേ, അതാ നോക്കണ്ടേ. സൊസൈറ്റിക്ക് ദോഷമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ? അതേപോലെ ഇയാളുടെ അമ്മയുടെ വീഡിയോ എടുത്ത് നോക്ക്, എത്ര ഹാപ്പി ആയിട്ട് അവരുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, അവരുടെ വീട്ടിലുണ്ടാകുന്ന സന്തോഷങ്ങൾ, അതും ഇതൊക്കെ ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഒരു പോസിറ്റീവ് എനർജി തരുന്ന വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാളുടെ വീഡിയോ നോക്കിയാൽ ഇയാളൊരു 10 വീഡിയോ 12 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും വീട്ടുകാരുടെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആ സ്ത്രീ അതെ, അവരുടെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് 3.5 വർഷമായിട്ട്. ഇവർക്ക് എപ്പോഴും പറയാനുള്ള വലിയ അലിഗേഷൻ എന്താണെന്നറിയോ? ഇവരെ കരിവിളക്കെന്ന് വിളിച്ചു, ഏതോ 3 അടുപ്പുകല്ലിൻ്റെ കാര്യം, അത് ക്ലിയർ ആവുന്നില്ല. പിന്നെന്താണ് കാസ്റ്റ് പറഞ്ഞെന്തോ പേര് വിളിച്ചു. ഇതൊക്കെ തിരിച്ചങ്ങോട്ട് പറഞ്ഞത് എന്താന്ന് 1-2 വീഡിയോസിൽ നമ്മൾ കേട്ടതാണ്. ഈ സ്ത്രീ ഇതിലപ്പുറം തിരിച്ചു പറയുന്ന ആളാണ്. അപ്പം അങ്ങോട്ട് പറഞ്ഞതൊന്നും പറയാതെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചത് മാത്രം പറഞ്ഞ് ഏറ്റവും വലിയ അലിഗേഷനായിട്ട് വെച്ചേക്കുന്ന ഇതൊക്കെയാണ്. അത് ഈ 3.5 വർഷം കൊണ്ടും കഴിഞ്ഞില്ലേ ഈ വിറ്റകൾക്ക്? 3.5 വർഷം കൊണ്ടും പറഞ്ഞും ക്രൂശിച്ചും തീർന്നില്ലേ? ഇനി ആ പെൺകുട്ടി നല്ല അന്തസ്സായിട്ട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ താമസിക്കുന്നത്. ഇവരെയൊക്കെ നല്ല ബോണ്ടായിട്ട് ഇവരെയൊക്കെ കൂടെ നല്ല സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. ആ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കാനല്ല ഈ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവളും പറയുന്നുണ്ട് ഇവളുടെയും ജീവിതം തകർത്തു. ഇവരുടെ ജീവിതം, ഇവരാണ് വലിയ കാര്യം, വി ആർ ഇൻ ലവ്, ഞങ്ങളാണ് സ്നേഹിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തവരാണ് നിങ്ങളുടെ പേരൻസ് എന്ന് പറയുന്നു. അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സമാധാനമായിട്ട് ജീവിച്ചൂടെ? പിന്നെയും റിപ്പീറ്റ് എന്തിനാണ് ഇവരെ ക്രൂശിച്ചുകൊണ്ട് വരുന്നത്? ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടി ജസ്റ്റ് ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ട് പ്രതികരിച്ചു കേട്ടോ. ഇയാൾ പേ പിടിച്ച പട്ടി കടിക്കാൻ ചെല്ലുന്ന പോലെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കാര്യം ഇത്രയും കാലം ആ പെൺകുട്ടി സൈലൻ്റ് ആയിട്ട് നിന്നു. ആ പെൺകുട്ടിയും അമ്മയും എന്തൊക്കെ ഇവൻ പറഞ്ഞാലും എന്തൊക്കെ ഇവള് പറഞ്ഞാലും കേട്ട് മിണ്ടാതിരുന്നു. അപ്പോൾ പറയുന്നത് അത് കള്ളി ആയതുകൊണ്ടാണ്. നിൻ്റെ എന്തെങ്കിലും കട്ടോ, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഇരിക്കുന്ന അവളുടെ എന്തെങ്കിലും കട്ടോ? ഇതിൽ കള്ളത്തരം എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയാം? അവൾക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല. ബിക്കോസ്
ഇവള് മുമ്പ് എന്തൊക്കെയോ അഫയർ ഉണ്ടായിട്ടുണ്ട് അത്രേ. പെങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞു പെങ്ങൾക്ക് പണ്ട് എന്തൊക്കെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത ജനങ്ങളെ കൂടെ വീണ്ടും 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 വിളിച്ചറിയിക്കുകയാണ്. കാര്യം ഇവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള യാതൊരു വഴികളും അറിയില്ല, എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, എങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഒരു ഷോപ്പിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ 2 ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബ് വരുമാനമില്ലേ, പിന്നെ എന്താണ് ജീവിച്ചാൽ? അതിൻ്റെ ഒന്നും പങ്ക് പറ്റാൻ ഇവരാരും വരുന്നില്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, ഇവർക്ക് കൊടുത്ത ഓരോ കാര്യങ്ങളും ഇവനെ പിടിഞ്ഞെടുത്തു, ഇവൻ കൊടുത്തു എന്ന് പറയുന്നു. 1 രൂപയില്ലാതെ ഇവരെല്ലാം തിരിച്ചു കൊടുത്തതാണ്. അത് ആ സമയത്തുള്ള വീഡിയോസിൽ കുറേശ്ശെയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇവരുടെ അമ്മ പറയുന്നുമുണ്ട്, എല്ലാം ഇവരെന്ത് കൊടുത്തോ അതെല്ലാം തിരിച്ചു കൊടുത്തതാണ്. ഇനി കൊടുത്തു എന്ന് പറയുന്ന കാര്യം എല്ലാം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ്. ഓരോ വീഡിയോയുടെയും ടൈറ്റിൽ ഇങ്ങനെയായിരിക്കും, തംബ്നെയിൽ ഇങ്ങനെയായിരിക്കും. പപ്പയ്ക്ക് 50 ലക്ഷം രൂപയുടെ സർപ്രൈസ്, അമ്മയ്ക്ക് 50,000 രൂപയുടെ സമ്മാനം, അല്ലെങ്കിൽ വേറെ ആർക്ക് കൊടുക്കുന്നു, അമ്മുവിന് സ്വർണ്ണക്കൊലുസ്, അതൊക്കെ പറഞ്ഞിട്ട് ഓരോ തംബ്നെയിൽ ഇട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. ആ വീഡിയോ തന്നെ അതിനുള്ള റവന്യൂ പോകുന്നു. അന്നൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗിഫ്റ്റുകൾ. അത് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഗിഫ്റ്റ് കൊടുക്കുക, സർപ്രൈസ് കൊടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് അതേപോലെ ഇവരെല്ലാം തിരിച്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഔദാര്യമാണെന്നാണ് പറയുന്നത്. ആ വീട്ടുകാർ തമ്മിലുള്ള ആ ബോണ്ടിൽ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വീട്ടു ചെലവിന് കൊടുത്തവരെ ഇയാൾ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാളെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ ആ കൂടെ ഇരിക്കുന്ന സ്ഥാനത്തെ പിന്നെ മെൻഷൻ ചെയ്യാൻ കൊള്ളില്ല. കാര്യം ഒരു കുടുംബം നശിപ്പിച്ചത് പോരാൻ ഇനി ആ പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിരിക്കുന്ന സാധനം. അത് പോട്ടെ, അവളുടെ വീടല്ല, അന്യ വീടാണ്. ഇവൻ്റെ വീട് നശിച്ച അവക്കെന്താ? അവളുടെ വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്, സേഫ് ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങളിപ്പം ആ ഒരു ജനറേഷൻ അല്ല, നിങ്ങൾ പുതിയ ജനറേഷനാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് അറിവുകളും കാര്യങ്ങളും കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഒരിടത്ത് കയറി ചെല്ലുന്ന വീട്ടിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് വേറൊരു വീടെടുത്ത് താമസിക്കുക. ഇനി ഹസ്ബൻഡ് അതിന് തയ്യാറാകുന്നില്ലേ, നിങ്ങൾ പറഞ്ഞേക്കുക, എനിക്ക് ഈ പീഡനം സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വീടുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഇറക്കി വിടുവോ? നിൻ്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ നിൻ്റെ സ്വഭാവത്തിൻ്റെതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ജീവിക്കാം. എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട ഈക്വാലിറ്റി, സമത്വം, സാഹോദര്യം, എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം, എൻ്റെ ഇഷ്ടം, എൻ്റെ അത് ഇത് എന്ന് പറയാൻ 100 നാവാണല്ലോ. എന്നിട്ട് ഇത്രയും സ്വന്തം ഹസ്ബൻഡിനെ ഇത്രയും വളർത്തി വലുതാക്കി അവന് വേണ്ട എല്ലാം ചെയ്ത പേരൻസിനെ ഇങ്ങനെ കരിവാരിയിട്ട് ഇതുപോലെ നാട്ടിക്കാനായിട്ട് കൂട്ടി നിൽക്കുന്ന ലേഡീസിനെ അവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല. 2 എണ്ണത്തിനെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ അവർ വളർത്തുന്ന കുട്ടികളെ അവർ ഭയങ്കര പാമ്പർ ചെയ്ത് കെയർ ചെയ്താണ് കേട്ടോ വളർത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ തന്നോളും. പ്രായപൂർത്തി ആവണമെന്നില്ല, അതിനു മുമ്പ് തന്നെ ഇതിനൊക്കെ മറുപടി കിട്ടിക്കോളും. അമ്മാതിരി ചെയ്യുന്നത്. കാര്യം അന്ന് തൊട്ടേ ഞാനിതിനെതിരെ പ്രതികരിക്കുന്നതാണ്. കാര്യം നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. ഞാൻ മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരാൾ മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആളുകൾ മിണ്ടാതിരുന്നാൽ ഇവർ നിർത്തുമെന്ന് കരുതി ഒരുപാട് കാലം സൈലൻ്റ് ആയതാണ്. പക്ഷേ ഈ കുട്ടിയൊക്കെ ഇട്ട് ക്രൂശിക്കുന്ന കണ്ടിട്ട് എങ്ങനെ നമുക്കൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക? ഇപ്പോഴും അയാൾ കൊണ്ടുവരുന്ന തെളിവുകളിൽ ഇതിൽ കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് പേരൻസിനോട് സ്നേഹമില്ലാത്തവർ, മക്കളോട് സ്നേഹമില്ലാത്തവർ, ഈ മെഗാ സീരിയൽ കണ്ട് ഇമ്പമുള്ള ആളുകളുണ്ടല്ലോ, അതിലെ വയലൻസ് കണ്ട് ഇഷ്ടമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ജെന്യുവിനായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണ് പോലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവരോട് പറയാം. ഈ കഴിഞ്ഞ ദിവസവും അവനിപ്പോൾ പറയുന്നു, ഈ കുട്ടി പ്രതികരിച്ചത് കൊണ്ടാണ് വീഡിയോയും കൊണ്ട് വന്നതെന്ന്. ഒരു കേസിൻ്റെ കാര്യമുണ്ടല്ലോ, ഇവരൊന്നും ഈ അമ്മയൊന്നും അതിനെപ്പറ്റി പറയുന്ന പോലും. ആ കേസിൻ്റെ കാര്യത്തിലും ഇവരുടെ കുടുംബ പ്രശ്നം എടുത്തിട്ടതാണ്. പിന്നെ ആരും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അപ്പോൾ ഈ പ്രവീൺ വിഷയം കിട്ടിയപ്പം ഇവൻ പിന്നെ റിപ്പീറ്റ് പാല് കൊടുത്ത കഥ തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറയാണ്. 100% ആ കുട്ടിയുടെ മനസ്സിലാതെ തന്നെയാണ് പാല് കൊടുത്ത. പാൽ എടുത്തു കൊടുക്കാൻ പറയുന്നത് എങ്ങനെയാണ് നിൻ്റെ പാല് കൊടുക്കാൻ പറയുന്നതാവുക? അത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എനിക്കും ഈ നിപ്പിൾ ക്രാക്ക് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ തന്നെ ഉടനെ നമ്മൾ വേറൊരാളെ കൊച്ചിനെ പാലൂട്ടാനായിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യില്ല. അതൊക്കെ അട്ടർ ഫേക്ക് തന്നെയാണ് പറയുന്നത്. അത് എന്തെങ്കിലും ആകട്ടെ, അന്ന് തൊട്ടേ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്ക് പാലില്ല. ഇവനിന്നും പറയുന്ന കേട്ടില്ല, ഇവർക്ക് പാലില്ലായിരുന്നു. പെങ്ങൾക്കൊന്നുമില്ല, ഉള്ളത് മുഴുവൻ ഇവൻ്റെ വൈഫിനാണെന്നേ. അതുപോലെ എല്ലാ ക്വാളിറ്റിയും ഇയാളുടെ വൈഫിനാണ് ഉള്ളതെന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പണ്ട് തൊട്ടേ ഇയാൾ ശ്രമിക്കുന്നതാണ്. വൈഫിനെ പൊക്കിക്കൊണ്ട് നടന്നോട്ടെ, വൈഫിനെ സ്നേഹിച്ചോട്ടെ, വൈഫിനെ കെയർ ചെയ്തോട്ടെ, ഇതൊക്കെ നല്ല ലക്ഷണമാണ്. അതിനെ ചൊല്ലി സ്വന്തം പേരൻസിനെയും പെങ്ങളെയും ഇകഴ്ത്തണം എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ആ പെങ്ങളും ഒരു വീട്ടിൽ പോയി ജീവിക്കുന്നതാണ്, അവളും ഒരു വൈഫാണ്. എൻ്റെ അമ്മയെ സ്ത്രീയാണ്, എൻ്റെ അമ്മ ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എൻ്റെ അമ്മ സഹിച്ച, ഇയാളുടെ അമ്മ സഹിച്ച യാതനകളൊക്കെ പറ്റിയിട്ട്
പണ്ടത്തെ കാലമാണ്. ഇടുക്കി ജില്ലയാണ്. ആ ഹൈ റേഞ്ചിൽ ആ മലമേടുകളിൽ കൂടെ ഓരോ വീടുകളിൽ പണിക്ക് പോയതും മുരിക്കും മുള്ളു ചുമന്നതും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ. ആ സ്ത്രീ അനുഭവിക്കാത്ത കഷ്ടപ്പാടൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങളെ രണ്ടുപേരെ ഞങ്ങളുടെ അമ്മ, ആദ്യം ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയായിരുന്നു, മദ്യപിച്ച് എന്നും വീട്ടിൽ വന്നിട്ട് ആക്രമിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അയാൾ സൂയിസൈഡ് ചെയ്തതാണ്. ആ ആത്മഹത്യ വരെ ഇയാൾ ഇപ്പം പറയാണ്, ഈ സ്ത്രീയുടെ കൂടെ ചേർന്നപ്പോൾ ഇയാൾ പറയാണ് കൊലപാതകമാണോ എന്ന് സംശയമുണ്ട് അത്ര ഇയാൾക്ക്. ഇവരുടെ അമ്മ കൊന്നതാണോ എന്ന് സംശയമുണ്ട്. എന്നിട്ട് രണ്ടാം മാര്യേജ് അവർക്ക് ചെയ്തു കൊടുത്ത് ചെറുപ്രായത്തിൽ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് അയാൾ മരിച്ചത്. ചെയ്തു കൊടുത്തത് ഈ ആദ്യ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീ മോശക്കാരിയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുമോ? ആ ലൈഫിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മക്കളെ കൊണ്ട് കളഞ്ഞില്ല അവർ. ഈ മക്കളെ ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആൾ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കിയതെന്ന് ഈ രണ്ട് മക്കളും പറയുന്നുണ്ട്. ഇയാൾ ഇപ്പം തിരിഞ്ഞ് പറയുന്നുണ്ട്. എന്നാലും നോക്കിയതിൽ കുറ്റമൊന്നും പറയാൻ ഇപ്പോഴും ഇയാൾക്കില്ല കേട്ടോ, ഒരു വേർഡ് പോലും ഇല്ല പറയാനായിട്ട്. അത്ര നന്നായിട്ട് അവർ സ്വന്തം മക്കളെ നോക്കുന്ന പോലെ നോക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇയാൾ അന്ന് തൊട്ട് 3.5 വർഷമായിട്ട് ഇയാളുടെ ഈ ഡ്രാമ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. നിങ്ങൾക്കൊക്കെ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാത്തതാണോ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പറ്റിയിട്ട്, അച്ഛനെ പറ്റിയിട്ട്, നിങ്ങളുടെ ബ്രദർ ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആര് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയില്ലേ? അത് പറയാത്ത മനുഷ്യരാണ് അവർ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. എന്തൊരു നീചനും വൃത്തികെട്ടതുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാളും ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആ സാധനവും. ആ സ്ത്രീക്കാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, കുറച്ച് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇവർ പറയുന്ന അവൾ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു, സുഖിച്ച് ജീവിക്കുന്നു. ഇത് ഇവർക്ക് സഹിക്കുന്നില്ല. ആ കുട്ടി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇവർക്ക് സഹിക്കുന്നില്ല. 1.5 വർഷം ആ വീട്ടിൽ നിന്ന് ഇവൾ അനുഭവിച്ചു എന്ന് പറയുന്നുണ്ട്. 3.5 വർഷമായി ആ പെൺകുട്ടി അനുഭവിപ്പിക്കാൻ തുടങ്ങിയിട്ട്. കല്യാണം ഒരു ചെറിയ കുട്ടി ഉണ്ടായി കിടക്കും, കുഞ്ഞുണ്ടായിട്ടൊരു 10-20 ദിവസമായപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോന്നു. അന്ന് തൊട്ട് വീഡിയോ ഇട്ട് ഈ പെൺകുട്ടിയുടെ അവിഹിത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് ഇയാളും ഇവരും കൂടെ ഇരുന്നിട്ട്. ആ പെൺകുട്ടി അനുഭവിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുഞ്ഞുമായിട്ട്, ഒരു പൊടിക്കുഞ്ഞുമായിട്ട് കിടക്കുന്ന ഒരമ്മ, ഡെലിവറി കഴിഞ്ഞ സമയം കുഞ്ഞിന് 10, 25 അല്ലെങ്കിൽ 30 ദിവസം മാത്രം പ്രായം. അമ്മായിയപ്പനും അമ്മായി അച്ഛനും നാത്തൂൻ്റെ ഹസ്ബൻഡും ഒക്കെയുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ അളിയനും ആങ്ങളെയും നാത്തൂനും കൂടെ വന്നിരുന്ന പണ്ടത്തെ അവിഹിത കഥകളും, അതുമാത്രമല്ല മോഷണം, ഇത് മൊബൈൽ മോഷ്ടിച്ച് പണ്ടത്തെ കാര്യങ്ങൾ എല്ലാം ഇരുന്ന് വിളിച്ചു പറയാണ്. കല്യാണത്തിന് മുമ്പ് ഇവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് വീട് വിട്ടുപോയി. ഡെലിവറിക്ക് വന്ന പെൺകുട്ടി ഇവർ തമ്മിലുള്ള ഇഷ്യൂവിന്, ഫാമിലി ഇഷ്യൂവിന് ഇപ്പോൾ 90 ആകാൻ നിൽക്കാതെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവരതിൽ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും മോഹിക്കാവുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ട് ഒന്നും പറയാതെ അവർ പോയി. ഇത്ര മാത്രമേ ഉള്ളൂ വിഷയം. പിന്നെ ആരോടോ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്വാഭാവികം, ആരാണേലും പറയൂ. അന്ന് തുടങ്ങി ഇവനെ ഇവളിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അത് പെൺകുട്ടിയല്ലേ? ഇവനും ഇവളും ചെയ്തതുപോലെ ദ്രോഹം ഈ ലോകത്ത് ആരോടാണ് ചെയ്തത്? ഇപ്പം കുറച്ച് പേര്, 1-2 പേരെന്തോ വന്നിട്ടുണ്ട് ഈ പ്രവീൺ ഇഷ്യൂ കണ്ടതോടെ. ഇത് ഈ മനുഷ്യൻ ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്നും കണ്ടാൽ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളത് റെയറാണ്. അതിന് കുറച്ച് ബുദ്ധി വേണം. എന്തെങ്കിലും ഒന്ന് കേട്ട പാടെ അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളതിന് ബുദ്ധിയൊന്നും വേണ്ട. അത് സാമാന്യല്ലോ, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇത് കേട്ടാൽ ഇതാണ് ശരി, അത് കേട്ടാൽ അതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് അതിന് അപ്പം തന്നെ ആക്ഷൻ എടുക്കുക എന്നുള്ളത് കൂടുതൽ ബുദ്ധി വേണ്ട കാര്യമൊന്നുമില്ല. മറ്റേത് ചിന്തിക്കാനുള്ള ഒരു സെൻസെങ്കിലും ഉള്ള ആളുകൾ ചിന്തിക്കും. പ്രവീണിന് അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടായി, അതിലും എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്നേ. അവരുടെ ഇപ്പം മാന്യമായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തു. പ്രവീണെന്നല്ല, ഈ യൂട്യൂബിലുള്ള ഞാൻ കണ്ടിട്ടില്ല ഇവരെ പോലെ അതപ്പതിച്ച ഒരു ചാനൽ എനിക്കറിയില്ല. ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് വളർന്നു പോയാൽ ഭയങ്കര ദോഷമാണ്, നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ദോഷമാണ്. ഞാൻ പറയുന്ന ഈ പെൺകുട്ടിയും അമ്മയൊക്കെ കേസിൻ്റെ കാര്യം അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. നിങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണം. ഇത് വളർത്തി വിടേണ്ട, വലുതാക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവനും ഇവളും മാത്രം എല്ലായിടത്തും നന്നാവുകയാണ്. എല്ലായിടത്തും ഇവനും ഇവളും മാത്രം എന്ന് റെക്കോർഡ്സാണ് കേട്ടോ. ഇന്ന് കേട്ട വോയിസിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് തോന്നിയോ? ഇവർക്ക് ജീവിക്കാനുള്ള മാർഗം വീട്ടുകാരെ വിട്ടിട്ടാണ്. ഇനിയുള്ള സമൂഹത്തിനും ഇനിയുള്ള തലമുറയ്ക്കും മെസ്സേജ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാം. ഫാമിലി വിഷയങ്ങൾ പബ്ലിക്കിൽ വന്ന് നിങ്ങൾക്ക് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി ജീവിക്കാം.
ഇതാണ് ഇവനും ഇവളും കൂടെ കൊടുക്കുന്ന മെസ്സേജ്. ഇപ്പം കണ്ടില്ലേ, ഫാമിലി വിഷയങ്ങൾ മുഴുവൻ ഡ്രാമയാണെന്ന് മനസ്സിലായില്ലേ? സോ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ സീരിയൽ പോയി കാണൂ. കുടുംബ വിഷയങ്ങൾ തന്നെയാണ്, ഇതുപോലെ ഡ്രാമ തന്നെയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അതും ഡ്രാമ ഇതും ഡ്രാമ, അപ്പോൾ എന്തുകൊണ്ട് അത് കണ്ടുകൂടാ? എന്തിനാണ് ഇങ്ങനെയുള്ള ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ കൂടെ വഴിതെറ്റിച്ച് വിടുന്നത്? ഇയാൾ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇയാൾ കാരണം ഇയാളാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇയാൾ കാരണം എത്രയോ പേര് ഇപ്പോൾ ആ പാതയിലേക്ക് വരാനായിട്ട് വെമ്പുന്നു. ഞാൻ ചോദിക്കുന്നൊന്നേ ഉള്ളൂ, 3.5 വർഷമായി ഈ അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇവർ കൊടുത്തു എന്ന് പറയുന്ന മുഴുവൻ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരോട് ഒന്നും മേടിക്കാൻ ചെല്ലുന്നില്ല, ഒരു കാര്യത്തിനും ഒന്നിനും ഇവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനായിട്ട് അവർ ചെല്ലുന്നില്ല. ഇവരുടെ ഒരു വീഡിയോയിലും ഇവരെ മെൻഷൻ ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. സോ വൈ? എന്തിനാണ് ഇവരെപ്പോഴും എപ്പോഴും എപ്പോഴും ഇവരെ ബ്ലെയിം ചെയ്യുന്നത്? ഈ പെൺകുട്ടിയെ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്, ആ അമ്മയെ ഇങ്ങനെ നെഗറ്റീവ് ആക്കുന്നത്, ഇവന് ജീവിക്കാൻ, ഇവന് സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശുണ്ടാക്കാൻ. ഇതിനെതിരെ പ്രതികരിക്കാൻ ആർജവമുള്ള ആളുകൾ ഉണ്ടായിട്ട് മാത്രമേ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇങ്ങനെയുള്ളവരെ ദയവായിട്ട് വളർത്തിവിടാതിരിക്കാൻ. നിങ്ങളൊരമ്മയാണെങ്കിൽ, നിങ്ങളൊരു മകളാണെങ്കിൽ, നിങ്ങളൊരു വല്യമ്മയാണെങ്കിൽ, നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു ബേസിക് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷവിത്തുകളെ ഉന്മൂലം നാശനം ചെയ്യുക, സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ദയവായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് മെസ്സേജാണ് ഇവനും ഇവളും കൂടെ അവിടെ ഇരുന്നിട്ട് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ മക്കളെ ആയിരിക്കാം. നിങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിനെ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് സ്വാധീനിക്കുന്ന നിങ്ങളുടെ മക്കളെ ആയിരിക്കാം. നാളെ നിങ്ങൾക്ക് ഈ ഗതി ഉണ്ടാകാം. കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇപ്പം പേരൻസും മക്കളും തമ്മിൽ എന്ത് പറഞ്ഞെങ്കിലും അത് ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ അത് അവർ തമ്മിൽ പറഞ്ഞാൽ പിന്നൊരു കാലത്ത് പരിഹരിക്കപ്പെടും. ഇതങ്ങനെയല്ല, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരുപാട് വഷളാകും. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത മുറിവായിട്ട് അത് അവശേഷിക്കും. ആരും സംസാരിക്കാനില്ലാത്ത, ഇതുങ്ങളെ ഇട്ട് ഇതുപോലെ ടോർച്ചർ ചെയ്ത് ആരും സംസാരിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ സംസാരിച്ചത്. ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആ താടകയ്ക്ക് എന്തെങ്കിലും ഒരു പെണ്ണാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും ഉണ്ടെങ്കിൽ, ഇവളെ ഒരിഷ്ടവുമില്ലാതെ ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ, ഇയാളോട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് ഇറങ്ങിപ്പോയപ്പോൾ ആ വീട്ടുകാർ സ്വീകരിച്ചതാണ്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവരിവളെ ദേഹോപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നല്ലോ, ഇവർക്ക് അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ? എന്തിനാണ് ഇവിടെ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കുന്നത്? ഡെലിവറിക്ക് പോലും പോയാൽ സാധാരണ 9 മാസം ആകുമ്പോൾ വീട്ടിൽ പോലും ഇവരവിടെ നിൽക്കില്ല, അപ്പോഴേ ചാടിപ്പോരുകയാണ്. ഇങ്ങനെയുള്ള ലേഡീസൊക്കെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ്. അവർ പോയി സ്വന്തം വീട്ടിൽ പോലും നിൽക്കില്ല, സ്വന്തം പേരൻസിനെ പോലും സ്നേഹിക്കില്ല. ഞാനൊക്കെ ആണെങ്കിൽ, സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഹസ്ബൻഡിനോട് എത്ര സ്നേഹമാണെങ്കിൽ തന്നെ 2 ദിവസം നിൽക്കാൻ ഭയങ്കരമായിട്ടും പ്ലസൻ്റ് ആവൂല്ലേ, ഇഷ്ടമല്ലേ നമുക്ക് അത്രയും കാലം ജീവിച്ച അവരുടെ കൂടെ. ഈ ലേഡി ആ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് വരുമ്പം അലമുറയിട്ട് കരയായിരുന്നു. എന്തിനാണ് ഇത്രയും ക്രൂര പീഡനം അനുഭവിക്കുന്ന ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഇവർ അത്ര അലമുറയിട്ട് കരഞ്ഞു? 2ാമത്തെ ദിവസം ഇയാൾ പോയി കൂട്ടിക്കൊണ്ടുവരും. എന്തിനായിരുന്നു അതൊക്കെ നാടകമായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പം കാണിക്കുന്ന നാടകമാണെന്ന് നിങ്ങൾ വിചാരിക്കൂ, ചിന്തിക്കും, മനസ്സിലാക്കൂ. ഈ ഫാമിലി വ്ളോഗ്സ് ഒട്ടും മിക്കതും ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനത്തെ നാടകമാണെന്ന് മനസ്സിലാക്കൂ. പിന്നെ മര്യാദയ്ക്ക് എന്തെങ്കിലും അവരവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈലോ അതും ഇതോ അവരുടെ എൻ്റർടൈൻമെൻറ്റോ ഒക്കെ കാണിച്ചു പോയാൽ കാണാൻ രസമാണ്. ഇതുപോലെ പേരൻസിനെ കൊല വിളിക്കുന്ന മക്കളെ വളർത്തി വലുതാക്കാതിരിക്കൂ. നിങ്ങൾക്ക് നാളെ ഈ ഗതി തന്നെ വരും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ളവരെ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കൂ. 12 മണിക്ക് അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോ വരുമെന്ന് പറഞ്ഞു. ഇയാളും ഇവനും കൂടെ പറഞ്ഞതിൽ കൂടുതലൊന്നും എന്തായാലും ഇനി പറയാനില്ല. ആ കുട്ടിക്ക് അതിന് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി ഉയരുന്നതിനനുസരിച്ച്, അതിന് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് കാണുന്നതിനനുസരിച്ച് ഇവനും ഇവളും തകർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു കാര്യം ഷുവറാണ്, ഇവനും ഇവളും ഒരു കാലത്തും നന്നാവില്ല ലൈഫിൽ. കാര്യം അത്രയധികം ഇവനും ഇവളും ഉപദ്രവിച്ചു കഴിഞ്ഞു. കർമ്മ എന്നുണ്ട്, അത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഒരു കാലത്തും നിവരാൻ ഇവർക്ക് പറ്റില്ല, അത് ഉറപ്പാണ്. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ ഈ സോഷ്യൽ മീഡിയയിലല്ല, ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറയാൻ 2 പേര്, ആ സ്ത്രീയും അയാളും. ഫാമിലിയെ, സ്വന്തം കുടുംബത്തെ ഇത്രയധികം ദ്രോഹിക്കുന്ന 2 പേരെ നിങ്ങൾക്ക് വേറെ എവിടെയും സെർച്ച് ചെയ്താൽ പോലും കാണാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇത്തരം പാഴ് ജന്മങ്ങളെ വളർത്തി വിടാതിരിക്കൂ.
പിന്നെ ഇതിൽ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അവളെ വീട്ടുകാർ തല്ലി താഴെ ഇട്ടതായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും അത് വിശ്വസിക്കും. ബിക്കോസ് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ കാണിച്ചേക്കുന്നത്. പക്ഷേ ഇവരുടെ ചരിത്രം അറിയാവുന്നവർക്ക്, പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ സ്ത്രീ, ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീ അമ്മയെ തല്ലാനായിട്ട് അലറിക്കൊണ്ട് പാഞ്ഞു ചെല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു അതിൽ. അതിനുശേഷം ഇവള് വീഴുന്നതാണ് കാണിക്കുന്നത്. ഇത്രയധികം വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന ഇയാളുടെ ഫോണിലും പതിഞ്ഞിട്ടില്ല അവർ തല്ലുന്നതായിട്ട്. അവരെടുത്ത വീഡിയോയിലും ഇല്ല തല്ലുന്നതായിട്ട്. എന്തുകൊണ്ടാണ് ഈ അടിക്കുന്ന ഭാഗം പതിയാത്തത്? എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ വീണ് കിടക്കുന്ന കാണിക്കുന്നുണ്ട്. ഇവർക്ക് എവിടെ ചെന്നാലും വീഴ്ചയുള്ളതാണ്. എവിടെ ചെന്നാലും ഇവർ വീഴും. ഈ അമ്മയെ തല്ലാനായിട്ട് പാഞ്ഞെടുക്കുന്നത് ഞങ്ങൾ ആ വീഡിയോയിൽ കണ്ടതാണ്. അതിനുശേഷം വീണയെടുത്തുനിന്ന് ഇയാൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന പോലെ തന്നെ ഇയാൾ വീഡിയോ എടുത്ത ദൃശ്യങ്ങളാണ് കാണുന്നത്. നോർമലി വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ തോന്നാം. കാര്യം രൗദ്ര ഭാവത്തോടെ അവർ നിൽക്കുന്നുണ്ട്. കാര്യം ഇവരോട് ചീത്ത പറഞ്ഞ് തല്ലാനായിട്ട് പാഞ്ഞു എന്നപ്പം അവരതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ സ്ത്രീ താഴേക്ക് വീണ് കിടന്നിട്ട് അതൊരു കണ്ടന്റാക്കി. അതിനുവേണ്ടി തന്നെ പോയതാണ് ഇവർ. അതിനുവേണ്ടി തന്നെ കച്ച കെട്ടി പോയതാണ്. കാറിലിരുന്ന് ഈ സ്ത്രീ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. 2 മക്കളുണ്ടായിട്ടുണ്ട്, അവരങ്ങ് നോക്കട്ടെന്ന്, അമ്മായിമ്മ നോക്കട്ടെന്ന്. കാര്യം കുഞ്ഞുങ്ങൾ മാലാഖമാരാന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങ് നോക്കട്ടെ, ഇളയാളെ ഞാൻ നോക്കും, മൂത്തയാളെ അവർ നോക്കട്ടെന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോയത് ഇവള് വെല്ലുവിളിച്ചുകൊണ്ട്. ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ക്യാമറ ഓൺ ചെയ്തുകൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അത് എന്തിനുള്ള പോക്കാണെന്ന് നമുക്കറിയില്ലേ? ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ക്യാമറ ഓൺ ചെയ്തുകൊണ്ടാണോ? അപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പോക്കിൽ ഇവർ വിചാരിച്ച കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകാതിരുന്നപ്പോൾ സ്വയം ഇങ്ങനെ ഒരു നിലത്ത് വീണ ഒരു നാടകം കളിച്ചിട്ട് പോന്ന പോക്കാണ്. അത്ര തന്നെയുള്ളൂ ഇതിലെ സത്യം. ഇല്ലെങ്കിൽ ഇയാൾ വീഡിയോ കാണിക്കട്ടെ, അടിച്ച വീഡിയോ കാണിക്കട്ടെ. മേ ബി ഈ അമ്മയെ അടിക്കാനായിട്ട് ചെന്നപ്പോൾ മാറ്റി വിട്ടിട്ടുണ്ടായിരിക്കാം. അത് ആരാണേലും ഡിഫെൻഡ് ചെയ്യുമല്ലോ. അതാണ് അതിനു മുമ്പ് നടന്ന സത്യം. ഇത് പുതിയ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത നാടകമായിട്ട് 12 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് താമസിക്കായിരിക്കും. എപ്പോഴാണ് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിനുശേഷം നമുക്ക് കാണാം. താങ്ക് യു.